ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമുക്ക് റാപ്പിഡോൻ്റെ വിശേഷങ്ങൾ നോക്കാൻ പോയതോ. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാണ്ട്, കുറേ പേര് എന്നോട് റാപ്പിഡോയിൽ ഇങ്ങനെ ഓർഡർ എടുക്കുക, പൈസ മേടിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ കഴിച്ചിട്ട് ഞാൻ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ റാപ്പിഡോ തുറക്കുമ്പോൾ ഇത് വരിക. ഇതിൽ മേലെ കാണുന്നുണ്ടോ ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഓൺ ഡ്യൂട്ടി ആവും. ഓൺ ഡ്യൂട്ടി ആകുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നമുക്ക് ഓർഡർ അടിക്കാനുള്ള ടൈം. ഇവിടെ നമ്മുടെ നെറ്റിൻ്റെ കണക്ഷനൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് എഴുതി കാണിക്കും. ഇപ്പോൾ അത്യാവശ്യം നെറ്റ് ഉണ്ട്. ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നുണ്ടോ 1.45, 1.15, 1.30 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ആ ഭാഗത്ത് നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏണിങ്സിൽ കിലോമീറ്ററിന് കിട്ടുന്ന പൈസയാണ് കാണിക്കുന്നത്. ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നതിന് മുമ്പ് വേറെ ആരും എടുത്തുപോയി, അതും എടുത്തുപോയി. വേറെ ഏതോ കുറച്ച് ക്യാപ്റ്റന്മാർ നിൽക്കണമെന്നുണ്ട്, അതാണ് പെട്ടെന്ന് എടുത്തു പോകണം. അപ്പം ഞാൻ എനിക്ക് കിലോമീറ്ററിൻ്റെ കാര്യം ഇതും കാണിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. ഓർഡർ വരുമ്പോൾ നമുക്ക് ഏറ്റവും മേലെ എഴുതി കാണിക്കുന്നത് ഓർഡറിൻ്റെ എമൗണ്ടും, അതിന് താഴെ കാണിക്കുന്നത് നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലേക്കുള്ള കിലോമീറ്ററും, അതിന് താഴെ കസ്റ്റമർ നിൽക്കുന്നിടത്തൊന്നും ഡ്രോപ്പ് ചെയ്യേണ്ട ലൊക്കേഷനിലേക്കുള്ള കിലോമീറ്ററാണ് കാണിക്കുക. അപ്പോൾ പിക്കപ്പ് ലൊക്കേഷൻ ചിലപ്പോൾ കിലോമീറ്റർ 3 കിലോമീറ്ററിന് മേലേക്കുള്ളതൊക്കെ വരും. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും ദൂരം ഓടി അവിടെ എത്തുമ്പോഴേക്കും കസ്റ്റമർ അത് ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചില ബ്ലോക്കുള്ള സ്ഥലത്താണെങ്കിൽ പറയേണ്ട, അവരെന്തായാലും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമ്മൾ അത്രയും ദൂരം ഓടിപ്പോയ പെട്രോൾ വേസ്റ്റ് ആവുള്ളൂ. നമുക്ക് ഓർഡർ വന്നു, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് വരിക. ഇതിലൂടെ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മളിപ്പോൾ വരുന്നുള്ളത്. ഇത് നോക്കിയിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ നേരെ ഗോ ടു പിക്കപ്പിൽ പോവാം. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ. 5 മിനിറ്റ് സമയം എടുക്കുന്നവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി പിക്കപ്പ് ചെയ്യാൻ പോവാം. ചിലപ്പോൾ കസ്റ്റമർ ക്യാൻസലും ചെയ്യും. അതൊക്കെ നോക്കി കണ്ടും കൊടുക്കണം. വൈകുന്നേരമായതുകൊണ്ട് പോലീസുകാർ കുറവാണ്. അതാണ് ഞാൻ ഇങ്ങനെ സിഗ്നൽ നോക്കാണ്ടൊക്കെ വണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടുപോയി പോലീസുകാരുടെ സിഗ്നലൊന്നും പോയി വണ്ടി എടുക്കരുത്. അവർ വന്ന് പിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും 500 ഫൈൻ കിട്ടും. പിന്നെ നമുക്ക് സംസാരിച്ച് ടോക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ചൊരു 300 രൂപയ്ക്ക് കിട്ടും. ആളിൻ്റെ ഫ്രണ്ടിലാണ്ട് പോകുന്നുണ്ട്. നിർത്തേണ്ടി വരും. അമ്മക്ക് അവിടെ ചാടി കയറാന്ന് വെച്ചാൽ കുഞ്ഞിനാണെങ്കിൽ ഫുള്ള് ഓട്ടോക്കാരുണ്ട്. അപ്പോൾ അത് അടുത്ത വണ്ടി ആയിരിക്കും. അമ്മമാർ ഓൾറെഡി സീനാണ്. കഴിഞ്ഞിട്ടാക്കൂടെ പിന്നെ നമ്മൾ കാണിച്ചു നേരെ ചെയ്യേണ്ട കാര്യം എന്തിട്ടെന്നറിയോ? ഈ നേരെ ഇതിലിങ്ങനെ റൂട്ട് മാപ്പ് കൊടുക്കുക. റൂട്ട് മാപ്പ് കൊടുത്തിട്ട് എറൈവ്ഡ് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കയറി വന്നു. അപ്പം ഇങ്ങനെ കൊടുക്കുക. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആ സാധനം കാണിക്കും. അപ്പം നമുക്ക് സെറ്റാണ്. 9067 നോക്കി വേണം പറ്റിയോ. പിന്നീടുള്ള ഓട്ടോക്കാരൻ സ്നേഹം കൊണ്ട് തന്നെ നോക്കണ്ടായിരുന്നു. കാരണം നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയോ. ലൊക്കേഷൻ 8.3 കിലോമീറ്റർ ഉണ്ട്. വീഡിയോയിലെ കറക്റ്റ് കാണിക്കാമെന്ന് വെച്ചായിരുന്നു. അപ്പോഴത്തേനും കസ്റ്റമർ ഓടിക്കയറി വന്നു. അപ്പോൾ പിന്നെ ആകെ വലിയ ഓട്ടോക്കാരുടെ ഇടയിലാണ് നിന്നായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയും എസ്കേപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനതെടുത്ത് എന്തോ ഭാഗത്തിൽ അപ്പോൾ തന്നെ സിഗ്നൽ നമുക്ക് എസ്കേപ്പ് അടിക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യാമെന്നുള്ളത്. എന്നിട്ട് അടുത്തതിൽ എങ്ങനെയാണ് ഞാൻ പിക്കപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്, കോൾ ചെയ്യേണ്ട ഓപ്ഷൻ എങ്ങനെയാണെന്ന് കയ്യിൽ കാണിച്ചു തരാം. ഇതിൽ അത്രയും ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. Take the next left onto 4th B Cross Road, then slight right.
ലൊക്കേഷനിൽ എത്തി കഴിഞ്ഞാൽ നേരെ ക്ലോസ് മാപ്പ് കൊടുക്കുക, എന്നിട്ട് കംപ്ലീറ്റ് റൈഡ് കൊടുക്കുക. അത് 99 അങ്ങനെ 99 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എമൗണ്ട് എഴുതി കാണിക്കും. ഓക്കെ മാം, താങ്ക് യു. നമ്മൾ Head west, then make a U-turn. ഗ്ലോബൽ ടെക്നോളജി പാർക്ക്. ലൊക്കേഷനിൽ എത്തുമ്പോൾ നമ്മൾ ക്ലോസ് മാപ്പ് കൊടുക്കുക, അറൈവ് കൊടുക്കുക, ഗോ ടു പിക്കപ്പിൽ നിൽക്കുക. മേലെ കാണുന്ന ഓപ്ഷനിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറെ കോൾ ചെയ്യാൻ പറ്റും. ആണോ എന്തെങ്കിലും കോൾ ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കോൾ ചെയ്യുന്നില്ല. മെസ്സേജ് അയച്ചിരുന്നത് ടു പിക്കപ്പ്, പിക്കപ്പ്. അപ്പോൾ നേരെ കസ്റ്റമർ വരും. കസ്റ്റമർ വരുമ്പോൾ നേരെ സ്റ്റാർട്ട് റൈഡ് കൊടുക്കുക, എന്നിട്ട് ആ OTP എടുക്കുക. കസ്റ്റമർ വന്നു OTP. സാർ OTP 1776177. ഇത് നോക്കാൻ കൊടുക്കുക. Head southwest on Bellandur Gate Road, Service Road. Continue straight. Sir, 133. Sure. Okay. Okay sir, thank you. ഇവിടെ ചില ഏരിയയിൽ വൈകിട്ട് പോകുമ്പോൾ പട്ടികളുടെ ചെറിയ സീനുണ്ട്. വണ്ടിയിൽ പിന്നാലെ ഓടി വന്ന് കടിക്കാൻ വരും. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ പേടിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി എടുക്കുക. അപ്പോൾ അടുത്ത് വന്ന് കുറച്ചിട്ട് അവർ പൊക്കോളും കടിക്കില്ലേ. നമ്മൾ അടുത്ത കസ്റ്റമറെ പിക്കപ്പ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. പക്ഷേ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിർത്താണ്ട് ഇങ്ങനെ Head east on First Cross Road towards Second Main Road, then turn left. എന്താണെന്നറിയില്ല. കസ്റ്റമർ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ എന്തിനാ ഇങ്ങനെ മെസ്സേജ് വെറുപ്പിക്കണേന്നുള്ളത്. സാറാണോ ഈ മെസ്സേജ് വിളിക്കണേ? ഇതേന് പയ്യാതു Okay. It come. I was putting it in my pocket, bro. ಅಲ್ಲ ನಾನು ಬಂದ ಮೇಲೆ ತುಂಬ ಮೆಸೇಜ್ ಬಂದಿದೆ, ಅದಕ್ಕೆ ಕೇಳಿದ್ದು. 8100. ಓಕೆ ಸರ್, ಬೈಟಿ. Turn left turn right onto 5th Cross Road, then turn left. ഇന്നലെ ഉണ്ടോ, ഇന്നലത്തെ ആ പോലീസുകാർ നിൽക്കുന്ന സ്ഥലമില്ലേ, ആ സിഗ്നലിൻ്റെ അവിടെ വെച്ചാണ് ഇന്നലെ ലാസ്റ്റ് ഓട്ടോ എടുത്തത്. ഇന്നലെ ഓട്ടോ എടുത്തപ്പോൾ അവിടെ ഓട്ടോക്കാർ നമുക്ക് ചെറിയ സീനാക്കി അത് നമുക്ക് തെറി വിളിക്കുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഫസ്റ്റ് ആദ്യം ഓട്ടോക്കാരുടെ അടുത്ത് പോയിട്ട് എത്ര എമൗണ്ട് ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞത് 4 കിലോമീറ്ററാണ് ലൊക്കേഷനിലേക്കുള്ള ഡ്രോപ്പിംഗ് ലൊക്കേഷനായിരുന്നു. അവർ 200 രൂപ പറഞ്ഞു. അപ്പോൾ തന്നെ കസ്റ്റമർ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ റാപ്പിഡോ ബുക്ക് ചെയ്തു. അപ്പോഴാണ് ഞാൻ പിക്ക് ചെയ്യാനായി അവിടെ തന്നെ ഓട്ടോക്കാരെ എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കയറി പോകുന്നത്. പിന്നെ കയലും വണ്ടി കൂടി കണ്ടപ്പോൾ അവർക്ക് സീനായി. അവർ ചെറിയ കുളിച്ചു. ഞാൻ പെട്ടെന്ന് അവിടെ എസ്കേപ്പ് എടുത്ത് പോകുന്നു. അത് ചില കസ്റ്റമർ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കും. ഓട്ടോക്കാരുടെ ഫസ്റ്റ് റേറ്റ് ചോദിക്കും, എന്നിട്ട് അവരുടെ മുമ്പിൽ തന്നെ വെച്ച് വേണ്ടാന്ന് പറഞ്ഞ് റാപ്പിഡോ ബുക്ക് ചെയ്യും. അപ്പോൾ ഓട്ടോക്കാർക്ക് ദേഷ്യം, കാരണം അവർക്ക് കിട്ടുന്ന ഓട്ടം നമ്മൾ തന്നെ എടുത്തിട്ട് പോകുമല്ലോ. അങ്ങനെ ചെറിയ സീനുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കണം. ഞാൻ ആ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, ഒന്നിൽ അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് ബുക്ക് ചെയ്യണമെന്ന്. പുള്ളിക്ക് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ എന്നും നമ്മൾ ഈ എമൗണ്ട് കിട്ടുന്നതും കാര്യങ്ങളും മാത്രം പറയുമ്പോൾ ഇതിലുള്ള ചെറിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയണ്ടത്. സർ 90. അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 90 രൂപ കിട്ടും. ഓക്കെ സർ, താങ്ക് യു. Thanks. Head east on 100 feet Ring Road, Outer Ring Road. അടുത്ത ഓർഡർ എടുക്കുമ്പോൾ അത് പോയിട്ട് പിക്ക് ചെയ്യാം. So 7655. First Main Road. അത് വമ്പത്തെ വിഷയമാകും. വിക്ടർ ചെവി കമ്മൽ. നമ്മൾ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിക്കപ്പ് ചെയ്തതാണ്.
ഓക്കെ ബൈ, താങ്ക് യു. Head south on Yelena-Holly Main Road. Make a U-turn. നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ കണ്ടോ? Head south, then sharp right. കസ്റ്റമർ അനുവാദം തരാണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. പുള്ളിയുടെ ഫ്ലാറ്റ് നമ്പറും ഇതൊക്കെ കൊടുത്താലേ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ വളഞ്ഞു വരണം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായി, അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നമുക്കതല്ല വേണ്ടത്. സർ, OTP 0550. Continue for 1 kilometer. നമ്മൾ ആ കസ്റ്റമറെ വിൽക്കിയതിന് ഡ്രോപ്പ് ചെയ്യാൻ പോകാം. കസ്റ്റമറിൻ്റെ ഒരു തീരുമാനമായിരുന്നു. പുള്ളി 10 മണിക്കോ 20 ഞാൻ ആ സമയം നോക്കിയിട്ട് 10 മണി കണ്ടെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റായിരുന്നു. Turn right onto 5th Main Road. അപ്പോൾ നമുക്ക് ചെറിയൊരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കസ്റ്റമർ പുള്ളിയുടെ ഏതോ വീട്ടിൽ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് മരുന്ന് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം വീണ്ടും ഡ്രോപ്പ് ചെയ്യാൻ പോകാൻ. സർ 164. गूगल पे ആ ഗൂഗിൾ പേ करूँ ना. ഓട്ടം കഴിഞ്ഞിട്ട് 124 കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് താങ്ക് യു സർ. നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ പോകണം. അപ്പോൾ ഇതൊരു ഗോറ്റ് ഏരിയ എന്ന് പറഞ്ഞതാണ്. അത് നിൽക്കുക. അത് ഞാൻ എൻ്റെ ലൊക്കേഷൻ ഓൾറെഡി സേവ് ആക്കി വെച്ചിട്ട് ഫോർത്ത് ബ്ലോക്കിൽ ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ ഓർഡർ കിട്ടും. In 300 meters, turn right after Kannadada Thandi Kendra onto 3rd cross. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. HAL ഇന്ദിരാനഗർ. In 600 meters, turn left toward Elur Venkata Rao Road. ഈ ഓർഡർ എടുത്തപ്പോൾ 4 കിലോമീറ്ററാണ്. ഇപ്പോൾ ഗോറ്റ് ഏരിയയുടെ ഇപ്പോൾ നമുക്ക് കിട്ടിയ പിക്കപ്പ് ലൊക്കേഷൻ KR മാർക്കറ്റാണ്. ഇവിടെ ഫുൾ ഓട്ടോക്കാരുടെ സീനാണ്. മിക്ക ദിവസം ഓട്ടോക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ശ്രദ്ധിച്ചാണ് ഇവിടുന്ന് ഓർഡർ എടുക്കാൻ. 3347. In 200 meters, turn right on. ഹെൽമെറ്റ് ഇവിടെ നാട്ടിൽ ഞാൻ കോഴിക്കോട്. Continue on Silver Jubilee ബസ് Park Road മിസ്സായിട്ട് for 800 meters. പെട്ടെന്ന് ഞാൻ ഓട്ടോ വിളിച്ച് വന്നു. സാറ്റലൈറ്റ് ഇറക്കി കൊടുത്ത് അവിടെ നിന്ന് തിരിച്ചു ബസ് വന്നു. ബസ് കയറിയതാ. ബസ് പെട്ടെന്ന് ചാടി കയറിയാ. നമുക്ക് ബസ് വിട്ടേക്കാണെന്ന് ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ ടിക്കറ്റ് എടുത്ത് വിട്ട് ഇറങ്ങി. ഏതാ വണ്ടി ബ്രോ? BM GS റിട്ടേൺ. അതെന്തായാലും സർവീസിന് കുറച്ച് പൈസ വരാം. 10 രൂപ. അങ്ങനെ ലോങ് പോകണ്ട, റൈഡ് പോകണ്ട. ഞാൻ ഏകദേശം ഒരു ഒട്ടുമിക്ക പോയിട്ട് പറയുന്നത് വണ്ടി കൊണ്ടൊക്കെ കവർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. അതല്ലേ കേരളം മൊത്തം എല്ലാ സ്ഥലവും കവർ ചെയ്ത് കഴിഞ്ഞു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, പിന്നെ മഹാരാഷ്ട്ര വളരെ കവർ ചെയ്തു. Take the next left toward 3rd Cross Road, then 112. ആ അല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടോക്കാരുടെ അടുത്ത് നിന്ന് അഭ്യാസം കാണിക്കുമ്പോഴേ ഓടി വന്ന് കോടർന്ന് ഓടിക്കും ബ്രോ. ഇവിടുന്നല്ലേ? ഇവിടുന്ന് എപ്പോഴും സീനാ. ശരി. അപ്പോൾ ശരി ബ്രോ, കാണാം. ഓക്കെ ശരി. നമുക്ക് നേരത്തെ കിട്ടിയതൊരു മലയാളി കസ്റ്റമറായിരുന്നു. കുറേ നേരം കഥയൊക്കെ പറഞ്ഞു. പക്ഷേ പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. എന്താണോ പേര്? പുള്ളി ഇവിടെ വർക്ക് ചെയ്യാണ്. പുള്ളിക്കൊരു GS റിട്ടേൺ ഉണ്ട്. പുള്ളിക്ക് ഇറങ്ങാൻ പോണ കഥയൊക്കെ പറഞ്ഞു. പിന്നെ ജസ്റ്റ് മിസ്സായി മാറി വേറെ സ്ഥലത്ത് വന്ന് കയറിയില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിനെ ഡ്രോപ്പ് ചെയ്ത് വിട്ടു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ഓർഡർ കിട്ടുമോ നോക്കാം. ഇവിടെ ഏതോ പബ്ബോ എന്തോ സാധനം കിട്ടുന്നുണ്ട് ഇവിടെ. ഇതെന്ത് കൊട്ടാരോ എന്തൊരു സാധനം ഇത്? Make a U-turn at 6th Cross Road, 80 feet road. ഹോട്ടലാണോ? എൻ്റെ മോനെ ഓട്ടോ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്നൊരു 11:30 ഓട്ടം നിർത്തി. ഇന്നത്തെ ഏണിങ്സ്
കണ്ടില്ലേ 11.28, ഏണിങ്സ് 665 രൂപ. വാലറ്റിൻ്റെ കാര്യം ചോദിച്ചൊരു 0 ആണ്. ഇപ്പോൾ റാപ്പിഡ് കമ്മീഷൻ പിടിക്കുമ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഓടിയിൽ എത്ര രൂപ കമ്മീഷൻ്റെ എമൗണ്ട് എന്നുള്ളത് ഇതിൽ കാണിക്കും. അതില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. ഇന്നത്തെ ഓർഡർ 6 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു, 668 രൂപ കിട്ടി. ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനലും സബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ പറയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ